എന്തായാലും പ്രസാദ് ഉടുമ്പിശ്ശേരി പാലക്കാട് നിന്ന് ചേരുന്നു. പ്രസാദ് കുറെ നാളായി പ്രസാദിന്റെ അനുമോദിന്റെ ഒക്കെ പ്രധാന ജോലി എന്ന് പറയുന്നത് കടുവ വേട്ടയും കാടിറങ്ങുന്ന വന്യജീവികളുടെ പുറകെ പോവുക, അവര് എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ബജറ്റ് വന്നപ്പോൾ വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രസാദും അവിടെ നാട്ടുകാരും ചേർന്ന് പങ്കുവച്ച പ്രതീക്ഷയും ഇതായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ നാടിനെ രക്ഷിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഒക്കെ ഒരു തുകയും പദ്ധതിയും ഒക്കെ ബജറ്റിൽ ഉണ്ടാകും എന്ന്. ഒരു 50 കോടി വിലയിരുത്തിയിട്ടുണ്ട്. പ്രസാദ്, ഈ 50 കോടി എന്തിന് എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ആനയെയും കടുവയെയും പുലിയും പന്നിയെയും അടക്കം പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ തുടരുകയാണോ പ്രസാദ? ഗുഡ് മോർണിംഗ് പ്രദീപ്, അശ്വതി പറഞ്ഞതുപോലെ തന്നെ, അതായത് തീരെ പ്രതീക്ഷിച്ച ഒരു തുകയല്ല വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത് ഇത്രയും തുക കൊണ്ട് 50 കോടി 85 ലക്ഷം രൂപ കൊണ്ട് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ ഈ വന്യജീവി പ്രശ്നങ്ങൾ, മലയോര മേഖല നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ ഈ ഒരു തുക അപര്യാപ്തമാണ്. ഇതിന് പുറമെ കൃഷി വകുപ്പിന് 2 കോടി രൂപ വനാതിർത്തികളിൽ മൃഗങ്ങൾ ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടി 2 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏതെല്ലാം മേഖലകളിലാണ് ഈ തുക ചെലവഴിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്ന്, കൂടുതൽ ദ്രുതകർമ്മസേന RRTകളെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒലവക്കോട് മാത്രമാണുള്ളത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം താൽക്കാലിക യൂണിറ്റുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അട്ടപ്പാടിയിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം മണ്ണാർക്കാട് ഉൾപ്പെടെ താൽക്കാലിക ദ്രുതകർമ്മ സേനകൾ മാത്രമാണ്. ഒരു സ്ഥിര സംവിധാനം വരുമ്പോൾ അതിന് 20-ൽ താഴെ 20ഓളം ജീവനക്കാർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു തസ്തികകൾ വരേണ്ടതുണ്ട്. അവർക്ക് വാഹനം, ഓഫീസ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവർ മുഴുവൻ സമയവും വന്യജീവികളെ ഓടിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. താൽക്കാലിക RRTകൾ വന്നു കഴിഞ്ഞാൽ ദ്രുതകർമ്മ സേന എന്ന് പറഞ്ഞാൽ അവർക്ക് പല പരിമിതികളുമുണ്ട്. നിലവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് ആ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഈ ഒരു തുക ഇതിനുവേണ്ടി മാത്രമല്ല, സൗരോർജ്ജ വേലി ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ 50 കോടി 85 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകളിൽ ഇപ്പോൾ സംസ്ഥാനത്തെ എടുത്തു പറയുകയാണെങ്കിൽ, നമ്മുടെ സംസ്ഥാനത്തെ മലയോര മേഖലകളിലെല്ലാം, മലയോര ജില്ലകളിലെല്ലാം, അത് അവിടെ നിന്ന് തിരുവനന്തപുരത്തിന്റെ തൊട്ട് കാസർഗോഡ് വരികയാണെങ്കിൽ ഭൂരിഭാഗം ജില്ലകളിലും ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആലപ്പുഴ പോലെയുള്ള വളരെ കുറഞ്ഞ ജില്ലകൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാതെ വരുന്നത്. പക്ഷെ അവിടെയൊന്നും ഇപ്പോൾ ഈ 50 കോടി രൂപ പാലക്കാട് ജില്ലയ്ക്ക് പോലും തികയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ധോണിയിൽ മാത്രം വാളയാർ മുതൽ ധോണി വരെയുള്ള ഒരു ഒറ്റ കിടക്കുന്ന പ്രദേശമാണ്. അവിടെയെല്ലാം തന്നെ ഈ ആനക്കൂട്ടങ്ങൾ സ്ഥിരമായി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങൾ, പുലി ഉൾപ്പെടെയുള്ള കാട്ടുപന്നി, ഇത്തരം ശല്യങ്ങളെല്ലാം നിലവിലുണ്ട്. അട്ടപ്പാടിയിലാണെങ്കിലും നെല്ലിയാമ്പതിയിലാണെങ്കിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു പ്രതിസന്ധി വലിയ തോതിൽ നേരിടുന്നു. നമുക്ക് സമീപ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷങ്ങൾ നേരിടുന്ന ഒരു ജില്ലയാണ് വയനാട്. അതോടൊപ്പം ഇടുക്കി, ഈ 3 ജില്ലകളിൽ തന്നെ അത്രയേറെ സംഘർഷങ്ങൾ അവിടുത്തെ കർഷകർ നേരിടുന്നുണ്ട്. അവരെ കൃഷിയെല്ലാം വിളവെടുക്കുന്ന സമയത്താണ് ഇതെല്ലാം നശിച്ചു പോകുന്നത്. അപ്പം ഇപ്പോൾ ഈ വകയിരുത്തിയിരിക്കുന്ന തുക ഒട്ടും പര്യാപ്തമല്ല എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. കൂടുതൽ തുക കൂടി വകയിരുത്തി കൂടുതൽ പദ്ധതികൾ കൂടി ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇനി എങ്ങനെയാണ് ഈ ഒരു വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ അതിനെ എങ്ങനെയാണ് പരിഗണിക്കുക? കൃഷി വകുപ്പിന് 2 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2 കോടി രൂപ കൊണ്ട് കൃഷി വകുപ്പിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അപ്പോൾ കൂടുതൽ തുക വകയിരുത്തുകയും അതോടൊപ്പം തന്നെ RRTകളും സൗരോർജ്ജ വേലി മാത്രമല്ല, സൗരോർജ്ജ വേലി പലയിടത്തും പരാജയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധോണിയിലെല്ലാം ആവശ്യപ്പെടുന്ന റെയിൽ ഫെൻസിംഗ് ആണ്. വയനാട് അത് വിജയിച്ചൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ അത് വലിയ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലങ്ങൾ, അവരുടെ പാത, അതിൻ്റെ ഇത്തരം ആനത്താരകളെല്ലാം തന്നെ കണ്ടെത്തി അതിനെ എങ്ങനെയാണ് തടയാൻ കഴിയുക എന്നുള്ളത് വിശദമായി പഠിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായെങ്കിലും അത്തരം പദ്ധതികൾ നടപ്പിലാക്കണമെന്നൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനുള്ള തുക ഇത് പോരാ. ഇതിൽ കൂടുതൽ തുക വകയിരുത്തുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ നിരാശയാണ് ഇതുമായി ബന്ധപ്പെട്ട, ഈ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ പറയുന്നത്. ശരി പ്രസാദ്, ഈ ബജറ്റ് വന്ന് ഒന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അടുത്ത കടുവ സാന്നിധ്യത്തെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. വയനാട് അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ കടുവയെ കണ്ടതായിട്ടുള്ള വാർത്തയുണ്ട്. ചത്ത നിലയിൽ ഒരു കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള പുകിലുകൾ വേറെയുണ്ട്, അതിലേക്കൊക്കെ വരാം. പക്ഷെ ഇപ്പോ ഈ ബജറ്റിലെ
വന്യമൃഗ ശല്യം പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിലും അമർഷത്തിലുമാണ്. അത് അവർ പറയുന്നതിന് പ്രധാന കാരണമുണ്ട്. ഇപ്പൊ പ്രസാദ് അതിലാണ് സൂചിപ്പിച്ച് നിർത്തിയത്. അതായത് ചെറിയ കാര്യങ്ങൾ ചെയ്ത് കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്ന് പറയുന്നു. അവർക്ക് ആവശ്യം ഒരു ശാശ്വത പരിഹാരമാണ്. ഇത് ഈ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക, അവിടെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തടയാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സംഘത്തെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പര്യാപ്തമായ തുകയൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന വലിയ ആശങ്ക അവർക്കുണ്ട്. നമ്മൾ വലിയ ആഘോഷമാക്കി കടുവയും ആനയും പിടിക്കുന്നതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴും ഒരു നാട്ടിലേക്ക് കടുവ ഇറങ്ങുന്നു, അവരുടെ ജനജീവിതത്തെ അത് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയാതെ ആളുകൾ. അത് എങ്ങനെ ഒരു ശാശ്വത പരിഹാരം ആ പ്രശ്നത്തിൽ ഉണ്ടാകാം എന്നത് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് കർഷകർ പറയുന്നത്. വനം വകുപ്പ് തന്നെ പറയുന്നത് ഇതൊരു അവസാന കൈ പ്രയോഗമാണ്. ഈ ബൈക്ക് വെടി വെച്ച് ക്യാപ്ചർ ചെയ്യുക, എന്നിട്ട് പുനരധിവസിപ്പിക്കുകയോ കാട്ടിലേക്ക് കയറ്റി വിടുകയോ എങ്ങനെയാണ് ഒക്കെ ഉള്ളത്. അതുപോലെ എത്രയോ കുടുംബങ്ങൾ അനാഥമായി കഴിഞ്ഞു. അവർക്കുള്ള നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കാൻ സാധിക്കും. സംഘടനകൾ പറയുന്നത് തന്നെ നഷ്ടപരിഹാരത്തിനൊരു പേരിനൊരു തുക RRT പ്രവർത്തകരുടെ, അതായത് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തകരുടെ ശമ്പളം, പ്രതിരോധ സംവിധാനം എന്ന് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് ഇപ്പം പ്രസാദ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ പൈസ കൊണ്ട് ഒരു ജില്ലയിലെ പോലും പ്രതിരോധ പ്രവർത്തനമോ ഈ പറയുന്ന റെയിൽ ഫെൻസിംഗ്, സാധാരണ ഫെൻസിംഗ് ഒന്നും ഒരിക്കലും ഇതിനൊരു ശാശ്വത പരിഹാരമല്ല. അതെ, നമ്മൾ ആ ചില ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ആനയൊക്കെ ഈ ഫെൻസിംഗ് ഇങ്ങനെ ചവിട്ടി ഇട്ടതിന് ശേഷം അതിന്റെ മേളിൽ കൂടി കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നുണ്ട്. ഈ വലിയ വിഷയം വന്നതിന് ശേഷം എന്തായാലും ആ കർഷകരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം, അവരുടെ ആശങ്ക എന്താണെന്നറിയാം. സംസ്ഥാനത്തെ മുഴുവൻ ഫോറസ്റ്റ് ഡിവിഷനുകളിലും വന്യമൃഗ പ്രതിരോധത്തിനായി റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം പേരുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിലെടുത്ത ഇവർക്ക് 14,000 രൂപ പ്രതിമാസ വേതനമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിവർഷം 100 പേർ കൊല്ലപ്പെടുന്നതായാണ് ഔദ്യോഗിക കണക്ക്. 5 ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ച നഷ്ടപരിഹാരമെങ്കിലും 10 ലക്ഷം രൂപ വരെ നൽകി വരുന്നുണ്ട്. പാമ്പ് കടിച്ചാൽ 2 ലക്ഷവും, വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാൽ 2 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. 23 കടുവാ സങ്കേതങ്ങളും വന്യജീവി സങ്കേതങ്ങളും നിക്ഷിപ്ത സംരക്ഷിത വനങ്ങളുമൊക്കെയാണ് ഉള്ളത്. ഗ്രാമങ്ങളിലേക്ക് ആന ഇറങ്ങാതിരിക്കാൻ കിലോമീറ്ററുകളോളം സൗരോർജ്ജവേലിയും പ്രതിരോധ കിടങ്ങും ഓരോ വർഷവും സ്ഥാപിക്കാറുണ്ട്. കോടികളാണിതിന് ചെലവ്. മറ്റുള്ള ചെലവുകൾ വേറെയും. എന്നാൽ 50,85 ലക്ഷം രൂപയാണ് ഇത്തരം കാര്യങ്ങൾക്കായി ബജറ്റിൽ ആകെ അനുവദിച്ചിട്ടുള്ളത്. മലയോരങ്ങളിൽ വന്യജീവി ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 50.85 ലക്ഷം കോടി രൂപ ഒരു കാരണവശാലും ഇവിടുത്തെ മലയോര ജനതയ്ക്ക് ഈ സംഖ്യ കൊണ്ട് ഒരു വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ വനം വകുപ്പിലെ വാച്ചർമാർക്ക് ശമ്പളം കൊടുക്കാനും മാത്രം തികയുന്ന ഒരു സംവിധാനമാണിത്. 1 രൂപ പോലും ഇപ്പോൾ നിലവിലുള്ള 1 രൂപ പോലും ഇത് കൊടുക്കാതെ, കർഷകർക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്ന 1 രൂപ പോലും കൊടുക്കാനും പറ്റാത്ത രീതിയിലാണ് ഇത്. തീർച്ചയായിട്ടും കർഷക ദ്രോഹമായ നടപടിയാണ് ഈ എടുത്തിരിക്കുന്നത്. വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന കാലത്ത് ഈ തുക ഉപയോഗിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയും എത്തില്ലെന്ന് കർഷകർ പറയുന്നു. അപര്യാപ്തമായ തുക അനുവദിച്ച് സർക്കാർ കർഷകരുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തതെന്നാണ് ആരോപണം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.